നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മയ്യനാട് തവളക്കുഴിയിൽ താമസിക്കുന്ന ലക്ഷ്മിയെ കുറിച്ചാണ്. വളരെ നല്ല പേര് ലക്ഷ്മി, ദൈവങ്ങളെ പേരൊക്കെ ഇട്ടേക്കുന്നുണ്ട്. പിന്നെ കൂടെ കാമുകനുണ്ട്. കാമുകന്റെ പേരാണ് സ്വാലിഹ്. കുഴപ്പമില്ല, മതസൗഹാർദ്ദം എപ്പോഴും മുട്ടി ഉറപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നല്ലൊരു ആഡംബര കറൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കാണ് പതിവ്. കാര്യത്തിലേക്ക് വരാം. ഈ ലക്ഷ്മിയുടെ അമ്മ പുറത്താണ്, പ്രവാസ ജീവിതത്തിലാണ്. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതിന് ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു കൈ സഹായം, ചെറിയ രീതിക്കെങ്കിലും ലക്ഷ്മിക്ക് സഹായിക്കണമെന്ന് തോന്നി, ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടി. അതിന് തൻ്റെ കാമുകനായ സ്വാലിഹും ഈ ലക്ഷ്മി ദേവിയും കൂടെ ഒരു പരിഹാര മാർഗം എന്ന നിലയ്ക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതിന് വലിയ വലിയൊരു എമൗണ്ട് ഒക്കെ വേണം. അതിന് എന്ത് വഴിയാ കണ്ടെത്തുക എന്നൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചപ്പോ ഒരു വഴി കിട്ടി ഗൈസ്. അതായിരുന്നു ഈ സംഭവം. എന്താന്ന് വെച്ചാൽ ആറ്റിങ്ങലാണ് നടക്കുന്നത്. സംഭവം നടക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങല് ഒരു പാവപ്പെട്ട വീട്ടമ്മ തൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തൂക്കി പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഈ ആഡംബര കാറിൽ നമ്മളെ ലക്ഷ്മി ദേവിയും സ്വാലിഹും കൂടെ വരുന്നത്. വന്നവർ ആ സ്ത്രീയുടെ അടുത്ത് അങ്ങോട്ട് എത്തി. ചേച്ചി എന്താ മക്കളെ, ആറ്റിങ്ങലിലേക്ക് എങ്ങനെ പോവാ, ഏത് വഴിയാ പോവാ ചോദിക്കുകയാണ് ചേച്ചിയുടെ അടുത്ത്. ആറ്റിങ്ങലിലേക്ക് എങ്ങനെ പോവാ? 2-3 പ്രാവശ്യം ചേച്ചി ഉത്തരം പറഞ്ഞു കൊടുത്തു. ആറ്റിങ്ങലിലേക്ക് എത്താനുള്ളത് ഈ വഴി എന്നൊക്കെ പറഞ്ഞു ചേച്ചി കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെയും തീരാത്ത സംശയം. ആറ്റിങ്ങലിലേക്ക് പോകുന്ന വഴി എത്ര കേട്ടിട്ട് അവർക്ക് തലയിലാണ് കേറില്ല. കാരണം എന്താണ്? അവരുടെ കഴുത്തിൽ നല്ലൊരു മാല കിടക്കുന്നുണ്ട്, സ്വർണത്തിന്റെ കിട്ടിയില്ല മാല. ആ മാലയിലേക്കാണ് കണ്ണു നട്ടിരിക്കുന്നത് രണ്ടുപേരും. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പൊ അത് പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ചേച്ചിക്ക് വിചാരിച്ച് ശരിയല്ലല്ലോ, 2-3 പ്രാവശ്യം ഇവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ എന്തോ തക്കിട പരിപാടിയാണോ എന്ന് വിചാരിച്ച് ചേച്ചി 2 സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കുമ്പോഴും നമ്മൾ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ, കുറച്ച് മുളക് പൊടിയൊക്കെ ആയിട്ട്. ആ മുളക് പൊടി ഈ വീട്ടമ്മയുടെ കണ്ണിലേക്ക് വിതറി. ആ വിതറിൽ കുറച്ച് അവളുടെ കണ്ണിലേക്കുമായി. ഇവൾക്കും കണ്ണു തുറക്കാൻ പറ്റില്ല, ചേച്ചിന്റെ മുഖത്തുമായി. പിന്നെ എവിടെയാണ് അമ്മ നിൽക്കുന്നത്, എവിടെയാണ് മാല കിടക്കുന്നത് അറിയാതായിപ്പോയി. അങ്ങനെ എന്തായാലും മാല കിട്ടുന്നില്ല. തിരിച്ച് വണ്ടി കയറി സ്വാലിഹ് വണ്ടി ഫുൾ സ്പീഡിൽ പറന്നങ്ങോട്ട് പോയി. വണ്ടിയുടെ നമ്പറൊക്കെ അവിടെ ക്യാപ്ചർ ചെയ്തിരുന്നു. അതുകൊണ്ട് രണ്ടിനെയും പൊക്കി അങ്ങനെ സ്റ്റേഷനിലെത്തി. കാണണ്ടേ നിങ്ങൾക്ക് അവരെ? കണ്ടോക്കിയേ. ഇതാണ് അവസ്ഥ. ലക്ഷ്മി ആണെങ്കിലും ഭഗവതി ആണെങ്കിലും റസൂലാണെങ്കിലും നമ്മുടെ സ്വാലിഹാണെങ്കിലും എല്ലാം കണക്കന്. എന്തിനാണോ എന്തോ, എന്തിനീ പാവപ്പെട്ട കുട്ടികളുടെ ആണെങ്കിലും വയോധികരുടെ ആണെങ്കിലൊക്കെ ഈ പിച്ച് പറിച്ച് കൊണ്ടുപോയിട്ട് അത് എവിടെയും എത്തൂല്ല. പിന്നെ എന്തിനാണ് ഇത്തരം നാറിയ പരിപാടിക്ക് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. നല്ല ആരോഗ്യമുണ്ട് രണ്ടിനും, പക്ഷെ കക്കാനാണ് താല്പര്യം. പക്ഷെ പിടിച്ച്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.